വെഞ്ചരിപ്പിന് വരും. വെഞ്ചരിപ്പിന് ഞാൻ വന്നപ്പോൾ വീട്ടില് അപ്പനും അമ്മയും ചെറിയ കുട്ടികളും ഉണ്ട്. ഞാനിങ്ങനെ അവിടുത്തെ പപ്പയും മമ്മിയും ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ രണ്ടുപേര് എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. അവരുടെ പഴയ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുകയാണ്. നല്ലൊരു പാൽച്ചായ കൊണ്ടുവച്ചു, നല്ല ക്രീം ബിസ്ക്കറ്റ് മുൻപിലേക്ക് കൊണ്ടുവച്ചു. ഞാൻ ഇവരുടെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രീം ബിസ്ക്കറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ചായ ഇരിക്കുന്നുണ്ട്. അവർ വളരെ വിഷമത്തോടും അവരുടെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. പല ഒത്തിരി വിഷമമുള്ള കുടുംബമായിരുന്നു. ഞാനപ്പോൾ അവരെ ശ്രദ്ധാപൂർവം അവര് കേട്ടു. ചായയിലേക്കും ബിസ്ക്കറ്റിലേക്കും ഞാൻ പോയില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോൾ അവിടെ ഇരുന്ന രണ്ട് വീട്ടമ്മമാര് അധികം പ്രായോഗിക ചെറിയ കുട്ടികളാണ്. ഈ ക്രീം ബിസ്ക്കറ്റ് എടുത്ത് അതിനുള്ളിലെ ആ ബിസ്ക്കറ്റ് പൊളിച്ച് ആ ക്രീം നക്കിയിട്ട് ബിസ്ക്കറ്റ് അവിടെ നിന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. കാരണം അതൊരു വിഷമം ഉണ്ടാകരുത്. ഞാനിങ്ങനെ അപ്പനമ്മയും പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നു. ഈ ബിരുദന്മാരാണെങ്കിൽ ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് മൊത്തം തിന്ന് നടന്ന സംഭവമാണ്, വേറെ ആരുടെയും കഥയല്ല. ഈ ക്രീം മൊത്തം തിന്ന് ഈ ബിസ്ക്കറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പിള്ളേരാണ്. ഈ അമ്മമാർക്കാണ് കൂടുതൽ അച്ഛന്മാരോട് സ്നേഹവും, അവരാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അപ്പച്ചന്മാരെക്കാൾ. ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛ ചായ കുടിക്കുന്നില്ല, അത് തണുത്തുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഉള്ളിൽ ചിന്തിച്ച് ഇനി അടുത്തത് ബിസ്ക്കറ്റ് തിന്നാനായിരിക്കും. എനിക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ ഈ ബിസ്ക്കറ്റ് എടുത്ത് കടിച്ച് തിന്നു, ചായ കുടിച്ചു. 2 ബിസ്ക്കറ്റ് ഞാൻ തിന്നോളൂ. അതിനുള്ളിൽ ക്രീം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിസ്ക്കറ്റിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏത് ബിസ്ക്കറ്റിനാണ്, ഏത് ബിസ്ക്കറ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഈ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്രീം ബിസ്ക്കറ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ബിസ്ക്കറ്റ് വെക്കുന്നു, അതിനുള്ളിൽ ക്രീം വെക്കുന്നു, അതിനുശേഷം മറ്റൊരു ബിസ്ക്കറ്റ് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്ന ഒരു വിഷയം, ഒരു മാതാപിതാക്കൾ പോകുന്നില്ലെങ്കിൽ അതിന്റെ താഴെ ഈ ക്രീം എന്ന് പറയുന്നത് അത് ദൈവമാണ്. അതിന് താഴെയാണ് മാതാപിതാക്കൾ. ഈ ക്രീം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റിന് ഒരിക്കലും ഒരു തരത്തിലും രുചി ഉണ്ടാകണമെന്നില്ല. നമ്മള് ഇപ്രകാരമുള്ള എന്ത് സാധനം എടുത്താലും, നമ്മൾ മുൻപ് ഡൈസന്റെ സൂചിപ്പിച്ചതുപോലെ ഒരു സാൻഡ്വിച്ച്, എന്ത് സാധനം എടുത്താലും അതിന്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന വസ്തുക്കളുടെ രുചി പോലെയായിരിക്കും ആ വസ്തുവിന്റെ രുചി എന്ന് പറയുന്നത്. മാതാപിതാക്കളെ മക്കളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ദൈവമാണ്. ഞാനിത് 2 പേരെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ മാസത്തിൽ അച്ഛൻ സൂചിപ്പിച്ച ഒരു വ്യക്തി ഹന്ന എന്ന് പറയുന്ന ഒരു അമ്മയാണ്. മക്കളില്ലാത്ത വന്ധ്യയായിരുന്ന ഒരു സ്ത്രീ പ്രാർത്ഥിച്ചൊരു മകനെ കിട്ടിയപ്പോൾ അവന് പേര് ഇപ്രകാരമാണുള്ളത്, സാമുവൽ എന്നാണ് അവനെ പേര് വിളിച്ചത്. ഇപ്രകാരമാണ്, എനിക്ക് ചോദിച്ച് ഞാൻ വാങ്ങിച്ച പുത്രനെ, അതാണ് സാമുവൽ എന്ന വാക്യം. ഞാൻ ചോദിച്ച് വാങ്ങിയ പുത്രനാണ് ഇവൻ. സാമുവൽ എന്ന പേര് വിളിക്കപ്പെട്ടു. ഹന്നയെ കുറിച്ചാണ് ഏറ്റവും ആദ്യത്തെ ദിവസമാസത്തിൽ അച്ഛൻ സൂചിപ്പിച്ചത്. ഇനി ഞാൻ 2 വ്യക്തികളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതനെയും, രണ്ടാമത് സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതനും സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ഞാൻ ഏലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് ഈ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തില്
1-ാം അധ്യായത്തില് വളരെ മനോഹരമായിട്ട് ഏലി പ്രവാചകനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിലെ സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുക. ഈ ഏലി എന്ന് പറയുന്ന പുരോഹിതന് 2 മക്കളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 2 മക്കളും ദുഷിച്ച രീതിയിൽ ജീവിച്ചിരുന്നവരും ദൈവത്തെ ബഹുമാനിച്ചില്ല, അതുപോലെ ജീവിച്ചിരുന്ന 2 മക്കൾ ഈ പുരോഹിതന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഗ്രീൻ ബിസ്ക്കറ്റിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഈ അപ്പനും അമ്മയും മക്കളും, ഈ അപ്പനും അമ്മയുടെയും ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മക്കളെ നല്ല മക്കളാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ്. ഈ ദൗത്യം ഏറ്റവും നല്ല രീതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവമെന്ന അരുചിക്കൊണ്ട് അതിലേക്ക് കടന്നു വരുന്നത്. ഈ മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ ദൈവമെന്ന രുചിക്കൂട്ട് അതിനുള്ളിലേക്ക് കടന്നു വന്ന് അത് ഏറ്റവും രുചികരമായി തീരും എന്നുള്ളതാണ്. ഈ പുരോഹിതന്റെ 2 മക്കള് വളരെ മോശപ്പെട്ട മക്കളായിരുന്നു. വളരെ മനോഹരമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്, ഈ മക്കളെ 2 പേരും ജനമെല്ലാം ഈ അപ്പന്റെ അടുത്ത് വന്ന് പറയാണ്, ഇത്രയും മോശമായ മക്കൾ നീ കാണുന്നില്ലേ എന്ന് ഈ ഏലി പുരോഹിതന്റെ അടുത്ത് പറയുമ്പോൾ ഏലി പുരോഹിതൻ, ഈ അപ്പൻ ഈ മക്കളെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചാണ്. നാം ദൈവത്തോട് തെറ്റ് ചെയ്താൽ ആരും നമ്മോട് ക്ഷമിക്കും. ഈ ദൈവത്തിനെതിരായി തെറ്റ് ചെയ്ത മക്കളായിരുന്നു ഏലി പുരോഹിതന്റെ മക്കൾ. മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ദൈവം ക്ഷമിക്കും, മറിച്ച് ദൈവത്തോട് തെറ്റ് ചെയ്താൽ ആരും നിങ്ങളോട് ക്ഷമിക്കും. ഈ അപ്പൻ മക്കളെ വിളിച്ച് ഉപദേശിക്കുകയാണ്, പക്ഷേ തിരുത്തിയില്ല, ശിക്ഷിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കളെ വിളിച്ചു, ജനം പറഞ്ഞപ്പോൾ അത് കേട്ട് മക്കളെ വിളിച്ച് ഉപദേശിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തകരാറാണ് എന്റെ മകനും മകളുമാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. മറ്റുള്ളവർ നമ്മുടെ മക്കളെ കുറിച്ച് തിരുത്താനായി എന്തെങ്കിലും പറഞ്ഞാലും പലപ്പോഴും നമുക്ക് കേൾക്കാൻ സമയമില്ല. പലപ്പോഴും തിരക്കുകളിലും ജോലികളിലും പെട്ട് മക്കളെ ശ്രദ്ധിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ മക്കളെ തിരുത്താത്തത് മൂലം, ശിക്ഷിക്കാത്തത് മൂലം ഈ പുരോഹിതൻ കസേരയിൽ നിന്ന് പിന്നിലോട്ട് മറിഞ്ഞ് കഴുത്തൊഴിഞ്ഞ് മരിക്കുകയാണ്. ഇപ്രകാരം ഒരു അപ്പന്, ഒരു അമ്മയ്ക്ക് ഇത്രമാത്രം കോപം ലഭിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മാതാപിതാക്കളുടെ ദൗത്യം ഒരിക്കലും നമ്മൾ മറന്നിരുന്നത് എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന് മക്കളെ ശിക്ഷിക്കേണ്ടതും അവരെ ദൈവത്തിന്റെ മക്കളാക്കി വളർത്തേണ്ട വലിയ ഉത്തരവാദിത്വം ഒരു കുടുംബത്തിനുണ്ട് എന്നുള്ളതാണ്. ഏത് പുരോഹിതൻ ഈ നല്ലൊരു അപ്പനായിരുന്നു, ഒരു കുറവുമില്ലായിരുന്നു ഈ അപ്പന് എന്തുകൊണ്ട് ഇപ്രകാരം വന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നതാണ്. നമ്മളൊക്കെ മക്കളുള്ള മാതാപിതാക്കൾ ഈ സമൂഹത്തിലുണ്ടാകും. എന്നാൽ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏലി പുരോഹിതനെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിന് തെറ്റുകുറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ദൈവം ഇത്രമാത്രം ഇപ്രകാരം ഏലി പുരോഹിതനെ ചെയ്യുന്ന ഒരു കാരണമേ ഉള്ളൂ, മക്കളെ ഉപദേശിക്കുക മാത്രമല്ല വേണ്ടത്, അവരെ ശിക്ഷിക്കണം, അവരെ ദൈവത്തിന്റെ മക്കളാക്കി വളർത്താനുള്ള ഉത്തരവാദിത്തം യപ്പനുണ്ട് എന്നുള്ളത് പഴയ നിയമത്തിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരും. നമ്മളൊക്കെ എന്താ ചെയ്യാറ്? നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ ഉപദേശിക്കും, അവനെ നേരായ വഴിയിലൂടെ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ പ്രകാരമാണ് ചെയ്യുക, അവൻ അവന്റെ വഴിക്ക് ജീവിച്ചോട്ടെ, അവൾ അവളുടെ വഴിക്ക് ജീവിച്ചോട്ടെ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുമെന്നുള്ളതാണ് നമ്മുടെ തെറ്റ്. എന്നാൽ പഴയ നിയമത്തിൽ കാണുന്നു, ഈ മക്കളെ നല്ല ശിക്ഷണം കൊടുക്കാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാതെ ദൈവത്തിന്റെ മകനായി
വളർത്താനും കൊണ്ടുപോയാൽ ഒരു അപ്പനും അമ്മയ്ക്കും ലഭിക്കുന്ന ശിക്ഷ അവൻ എത്രമാത്രം ദൈവത്തോട് ചേർന്നാലും അവൻ എത്രമാത്രം പ്രാർത്ഥിച്ചാലും അവന്റെ അന്ത്യദിനത്തിന് അവൻ അനുഭവിക്കുന്ന മരണവേദനയെ കുറിച്ച് പറയുന്നതിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒരു അപ്പൻ അമ്മ എന്ന് പറയുന്നത് മക്കളുമായി ദൈവത്തെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും വലിയ നിയോഗം. പലപ്പോഴും ഈ ബന്ധം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മക്കളെ ബന്ധപ്പെടുത്തേണ്ട ഒരു കണ്ണി ദൈവമായിട്ട് മാറുന്നില്ല. ഒരുപക്ഷെ ജോലിയാകാം, പണമായിരിക്കാം, മറ്റുള്ള പല കാര്യങ്ങളാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും ദൈവമാകുന്ന മാധുര്യമാകുന്ന രുചിയേക്കുന്ന ഈ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പലപ്പോഴും മറന്നുപോവുകയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ ട്യൂഷനും ക്ലാസും പരീക്ഷയൊക്കെയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ജോലി, സമ്പത്ത്, ശമ്പളം ഇതിനൊക്കെ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ദൈവിക കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ ഒട്ടും മാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു അപ്പനും അമ്മയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. മക്കളെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കണ്ണി എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങള് ഈ മക്കളെ ശിക്ഷിച്ചില്ല എങ്കിൽ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കാതെ പഠനത്തെയും സമ്പത്തിന്റെയും അനുസരണക്കേടിന്റെയും പിന്നാലെ മക്കളെ വളർത്തിയാൽ ഒരുപാട് ഇതുപോലെ കടുത്തുകൊണ്ടിരുന്ന് വേദനിച്ച് ഞാൻ മരിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് ഏലിയുടെ ജീവിതം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ചാണ്. ഏലി പുരോഹിതന്റെ കീഴിൽ ശുശ്രൂഷകനായി വളർന്നു വന്ന ഒരു കുട്ടിയാണ് സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് ഏലി പുരോഹിതന്റെ കുടുംബത്തെ കുറിച്ചാണ്. അവിടെ സാൻഡ്വിച്ച്, ഒരു ബിസ്ക്കറ്റ്, ഗ്രീൻ ബിസ്ക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ രുചി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് സൂചിപ്പിക്കുന്നത് ഹന്നയും അതുപോലെ തന്നെ സാമുവേൽ എന്ന് പറയുന്ന മകനെയും കുറിച്ചാണ്. ഈ അമ്മ ഈ മകന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മകനെ ഉണ്ടാക്കി ഈ മകനെ കൊണ്ട് സമർപ്പിച്ചത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ മൂന്നാം പുസ്തകത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അത് പ്രകാരമാണ്. അത് ഈ ഏലി പുരോഹിതന്റെ കീഴിലേക്ക് മകനെ വിടുകയാണ്. ഒരമ്മയുടെ ദൗത്യം അത് തന്നെയാണ്. ദൈവത്തെ കുറിച്ച് അറിയുവാനായിട്ട്, ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനായി മാതാപിതാക്കൾ ഈ സാമുവേൽ ഏക മകന് ഈ ഹന്നായ്ക്ക് ലഭിച്ചപ്പോൾ ഈ മകനെ ദൈവത്തിന്റെ മകനായി വളർത്താൻ പരിശ്രമിക്കുന്നു. ഇപ്രകാരം ഇതാണ് നമ്മൾ വായിക്കുമ്പോൾ, 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരമാണ് ഈ ദേവാലയം മനോഹരമായ ദേവാലയം, വാഗ്ദാന പേടകം അവിടെ വെച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഗ്ദാന പേടകത്തിന്റെ അടുത്തായിട്ടാണ് ഈ സാമുവേൽ എന്ന് പറയുന്ന കുട്ടി കിടന്നു വന്നത്. ഈ വാഗ്ദാന പേടകത്തിന്റെ അടുത്താണ് സാമുവേൽ എന്ന കുട്ടി കിടന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രമാത്രം അമ്മയ്ക്ക് ഒരു മകനെ കുറിച്ചുള്ള സ്വപ്നം, അതാണ് ഇതിലൂടെ നിർവഹിച്ചു പോകുന്നത്. ഈ കുട്ടി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് സാമുവേലിനെ വിളിക്കുന്നുണ്ട്. സാമുവേൽ 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 3 പ്രാവശ്യം സാമുവേലിനെ വിളിക്കണം. ഒരു കുട്ടിയാണ്. ഈ സാമുവേൽ എന്തേ എന്ന് വിളിക്കേണ്ടുകൊണ്ട് ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഏലി പുരോഹിതൻ കിടന്നുറങ്ങുകയാണ് രാത്രി. ഈ പുരോഹിതന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഇപ്രകാരം സാമുവേൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ വിളിച്ചത്? ഏലി പറയുന്നത്, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. വീണ്ടും ഇവനെ കിടത്തി ഉറങ്ങുകയാണ്. ഇവൻ വീണ്ടും പോയി ഈ വാഗ്ദാന പേടകത്തിന്റെ അരികിൽ കിടന്നുറങ്ങുകയാണ്. വീണ്ടും രണ്ടാമതായി സാമുവേൽ സാമുവേൽ എന്ന് വിളി കേട്ടു. വീണ്ടും ഇവൻ എഴുന്നേറ്റ് ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് പോവുകയാണ്. വീണ്ടും അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു അയക്കുകയാണ്. 3-ാം പ്രാവശ്യവും സാമുവേൽ സാമുവേൽ എന്ന് കർത്താവ് വിളിച്ചപ്പോൾ വീണ്ടും അവൻ ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഏലി പുരോഹിതന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ പുരോഹിതന് മനസ്സിലാക്കി, ഇത് കർത്താവാണ് ഇവനെ വിളിക്കുന്നത്. ഇപ്രകാരം ഏലി പുരോഹിതൻ ആ കുഞ്ഞു മനസ്സിലേക്ക് ഇപ്രകാരം പറഞ്ഞു, കർത്താവെ അരുൾ ചെയ്താൽ ഞാൻ ശ്രമിക്കുന്നു എന്ന ആ ഒരു രീതിയിൽ ഈ ദൈവത്തോട് കർത്താവിനോട്
പറയാനായി കൊച്ചു മകനോട് പറഞ്ഞ് ഇവരെ വിടുകയാണ്. ഇവരിങ്ങനെ കിടന്നുറങ്ങി വാഗ്ദാനപേടകത്തിനരികിൽ കിടന്നുറങ്ങുകയാണ്. ഈ കർത്താവ് വീണ്ടും ഇവരെ 4 പ്രാവശ്യം ഇവരെ വിളിക്കുകയാണ്. അപ്പൊ ഈ കർത്താവ് വിളിച്ചപ്പോൾ സാമൂഹ്യം വിളിച്ചപ്പോൾ ഇവർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവെ അരുളി ചെയ്യുക പറഞ്ഞാൽ. ഈ കർത്താവ് ഈ മകനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ പുരോഹിതനുണ്ടാകാൻ പോകുന്ന ആ വേദനയുള്ള ജീവിതത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇസ്രായേൽക്കാരുടെ എന്തൊക്കെ നടക്കാൻ പോകുന്നു അതിനെ കുറിച്ചുള്ള ഒരു വിപത്ത്. അതാണ് ഇപ്രകാരം ഈ കർത്താവ് സാമൂഹ്യനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 2 കുടുംബത്തെയും ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ഈ പുരോഹിതന്റെ കുടുംബം. ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ അത്താരിയോട് ചേർന്ന് ഈ വാഗ്ദാന പേടകത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു പുരോഹിതൻ. ആ പുരോഹിതന്റെ മക്കളും ആ അപ്പനായ ഏലിയുടെ അതേ രീതിയിലേക്ക് കടന്നു വരേണ്ട മക്കൾ അവർ തലതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ ഹന്ന ഈ സാമൂഹ്യത്തെ വളർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. എപ്രകാരമാണ് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളെ നമ്മൾ വളർത്തുന്നത്? പലപ്പോഴും ഒത്തിരി തെറ്റുകളും കുറവുകളും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ മക്കളിൽ വന്നു പോകുന്നുണ്ട്. ഈ കാലഘട്ടം നമുക്കറിയാം, പല തിന്മകളിലൂടെയൊക്കെ നമ്മുടെ മക്കൾ കടന്നു പോവുകയാണ്. പലപ്പോഴും വിശ്വാസമില്ലാത്ത പ്രേമ ബന്ധങ്ങളും, പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളും മദ്യത്തിന്റെ പലതരത്തിലുള്ള തിന്മകളും, മയക്കുമരുന്നും, പലപ്പോഴും ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയെയും പെൺകുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് എപ്രകാരമായിരിക്കും? ഒന്ന് ചിന്തിക്കുക. ഏലി പ്രവാചകൻ മക്കളെ ശിക്ഷിച്ചില്ല, അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൻ വേദനയോടെ മരിച്ചത്. എന്നാൽ ഹന്ന തന്റെ മകനെ ദൈവത്തോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ഈ 2 കുടുംബത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈ കുടുംബമാണ് ഞാൻ. ഒരുപക്ഷെ എന്റെ മക്കളെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് ഞാനും മക്കളും തമ്മിൽ ദൈവം നടുവിലായിക്കൊണ്ട് ആ ദൈവത്തെ കൊടുക്കുവാൻ, പരസ്പരം അടുപ്പിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നു. അതോ ഞാൻ മക്കളും തമ്മിൽ പണത്തോടാണോ, അതുപോലെ ലോക സുഖങ്ങളോടാണോ എന്റെ കുടുംബം ചേർന്ന് നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കാം. എവിടെയൊക്കെയാണോ കുറവുകൾ അവിടെ തിരുത്താൻ നമുക്കെല്ലാവരും അറിയാം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാം അറിവുള്ളവര് എന്നുള്ളവരാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞ് നിർത്തുകയാണ്. ഒരിക്കലും ഇത് പുസ്തകത്തിലെ കഥയാണ്. ഒരിക്കലൊരു അമ്മച്ചി രാവിലെ ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചിക്ക് തോന്നി ഈ വികാരിയച്ഛനെ ഭക്ഷണത്തിന് പിടിക്കാമെന്നുള്ളത് ഈ അമ്മച്ചിക്ക് തോന്നി. ഇങ്ങനെ കുറെ നാളുകളായിട്ടുള്ള അമ്മച്ചിയുടെ സ്വപ്നവും ആഗ്രഹമാണ് വികാരിയച്ഛനെ വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം എന്നുള്ളത്. ഇതുവരെ അതിനൊരു അവസരം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതൊരല്പം കരിഞ്ഞുപോയി. ഈ അമ്മച്ചി നോക്കുമ്പോൾ ഈ ചപ്പാത്തി കരിഞ്ഞിരിക്കുന്നു. അതിലൊരു മുഖം ഈ അമ്മച്ചി നോക്കിയപ്പോൾ അമ്മച്ചിക്ക് തോന്നി അതിലൊരു മുഖം ഉണ്ടെന്ന്. ആ ചപ്പാത്തിയിൽ ഒരു കരിഞ്ഞ കുറച്ച് ഭാഗമാണ്, അതിൽ ഒരു മുഖമുണ്ടെന്ന് തോന്നി. അപ്പൊ അമ്മച്ചി അത് നോക്കിയപ്പോൾ അമ്മച്ചിക്ക് തോന്നിയത് അത് ഈശോയാണെന്ന്. ഒരു ചപ്പാത്തി ഉണ്ടാക്കി, കുറെ ചപ്പാത്തിക്ക് ഉണ്ടാക്കി, അതിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോയി. അതിൽ നോക്കിയപ്പോൾ അമ്മച്ചിക്ക് തോന്നിയത് ഈശോയാണ് എന്നുള്ളതാണ്. അപ്പൊ അമ്മച്ചി, നമുക്കറിയാം നമ്മുടെ അമ്മമാരെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് തന്നെ ആ വീടിന് അടുത്തുള്ള എല്ലാ അമ്മമാരെ വീട്ടിലേക്ക് കടന്നു. അപ്പോ അതിൽ കൂടിയിരുന്ന എല്ലാവരും നോക്കുന്നു ചപ്പാത്തിയിലേക്ക്. ചിലരൊക്കെ എന്തൊക്കെയോ കാണുന്നു, ചിലരൊക്കെ ഒന്നും കാണാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോ അതിൽ നിന്ന് ഒരാൾ പറഞ്ഞൊരു അമ്മച്ചി പറഞ്ഞു, നമുക്ക് വികാരിയച്ഛനെ വേഗം വിളിക്കാം. അപ്പൊ വികാരിയച്ഛനെ വിളിച്ചു. വികാരിയച്ഛൻ ഓടി പാഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആ പാവം വിചാരിച്ചു, ദൈവമേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, വല്ല ചായ തരാനായിരിക്കുമെന്ന് വിചാരിച്ച് വികാരിയച്ഛൻ ഓടി പാഞ്ഞ്
ഓളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് കടന്നു. കുറച്ച് നോക്കുമ്പോൾ നിറച്ചു ആൾക്കാരാണ് ചുറ്റും. കുറച്ചു പേര് പുറത്തൊക്കെ ഉണ്ട്. ഒത്തിരി ഇല്ലെങ്കിലും ആ വീടിനടുത്തുള്ള എല്ലാവരും അച്ഛൻ വിചാരിച്ചു ദൈവമേ ആരെങ്കിലും മരിച്ചു പോയോ എന്ന് വിചാരിച്ചു. ഈ അച്ഛൻ ഓടി പാഞ്ഞ് അകത്തേക്ക് കടന്നു ചെന്നു. വളരെ വിഷമത്തോടെ, കാരണം എല്ലാവരും ആ ഒരു രീതിയിലാണ് അവിടെ എത്തുന്നത്. അപ്പോ അച്ഛൻ അകത്തേക്ക് കടന്നപ്പോൾ ഡൈനിങ് റൂമിൽ ഒരു പാത്രത്തിൽ ചപ്പാത്തി വെച്ചിരിക്കുകയാണ്. ഈ ചപ്പാത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആ ഡൈനിങ് റൂമിൽ ചുറ്റും നിന്നിങ്ങനെ ചപ്പാത്തി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വിചാരിച്ചത് മരണം വരുന്നത് ഇതിന്റെ സംഭവം എന്ന് വിചാരിച്ച അടുത്തേക്ക് വന്ന് ആ ചപ്പാത്തിയിലേക്ക് അച്ഛൻ നോക്കും. അപ്പോ അച്ഛനൊരു പിടി കിട്ടില്ല. അപ്പോ അമ്മച്ചി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഈ ചപ്പാത്തിയിലേക്ക് ഒന്ന് നോക്കി, അതിൽ ഈശോയുടെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ അമ്മച്ചി അച്ഛനോട് ചോദിച്ചു. നോക്കി അച്ഛനോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ നോക്കിയിട്ട് കരിഞ്ഞിരിക്കുന്നത് കണ്ടു. അപ്പൊ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഇന്നെന്താണ് കറി വെച്ചിരിക്കുന്നത്? മുട്ടക്കറി, കുറച്ച് മുട്ടക്കറി മുട്ടക്കറി കൊണ്ടുവരാൻ പറഞ്ഞു. മുട്ടക്കറി വെച്ചു. അപ്പോ ആൾക്കാര് കുറച്ചു പേരിലൊക്കെയാണ് അത് ഒരു പിടിയില്ലാത്ത രീതിയിലാണ് അത് ഇരിക്കുന്നത്. ആർക്കും അങ്ങനെ വലിയ കാര്യമായിട്ട് പിടികിട്ടിയിട്ടില്ല. ഈ അമ്മയ്ക്ക് മാത്രമാണ് ഇത് ചപ്പാത്തിയിൽ എന്തൊരു ഈശോയുടെ രൂപം പോലെ നോക്കിയത്. അപ്പൊ മുട്ടക്കറി അമ്മ ചൂണ്ടിപ്പോയി കൊണ്ടുപോകും, എന്തെങ്കിലും വല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും സീരിയസ് ആയിട്ട് ഈ ചപ്പാത്തിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അച്ഛനെ നോക്കിയിരിക്കുകയാണ്. അച്ഛൻ എന്താണ് പറയുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ ചിന്തയാണ് ഈ ചപ്പാത്തിക്കുള്ളിൽ ഈ ഈശോ അല്ലെങ്കിൽ ആ ഈശോയുടെ കരിഞ്ഞ ആ കുറച്ച് ഭാഗങ്ങൾ ഈശോയുടെ. അച്ഛൻ ആ ചപ്പാത്തി എടുത്ത് കറി ഒഴിച്ച് കടിച്ച് കീറി ഒരു കഷ്ണം വായിലേക്ക് വെച്ച് കഴിച്ചു എന്നുള്ളതാണ് ആ കഥ പ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരമാണ് ആ കഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മള് ചില കാര്യങ്ങൾ ശരിയാണെന്ന് ചിന്തിക്കുന്നവരാണെന്നല്ല, ചിലപ്പോൾ മറ്റുള്ളവരുടെ രീതിയിൽ അത് ശരിയായിരിക്കണമെന്നില്ല. ഈ ഒരു അമ്മ അത് ചപ്പാത്തി കണ്ടു. ചപ്പാത്തിയിൽ ഈശോ കണ്ടത് കൊണ്ട് അതല്ല പറയുന്നത്. നമ്മളൊക്കെ വിശ്വാസത്തിൽ പലപ്പോഴും കുറെ തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാം. ഈ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന തെറ്റിദ്ധാരണ പലപ്പോഴും പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. മനുഷ്യനെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മതങ്ങളിൽ മാത്രം അഭയം പ്രാപിച്ച് നാമൊക്കെ കടന്നു പോകുമ്പോഴും മനുഷ്യനെ കാണാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു. ഉള്ളിൽ ദേഷ്യവും വൈരാഗ്യം വെച്ച് പലപ്പോഴും നമ്മളിങ്ങനെ ജീവിച്ച് കടന്നു പോവുകയാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാരാംശം ഇപ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങൾ തെറ്റുകൾ ഉണ്ടാകാം, ചില കാര്യങ്ങൾ ശരിയുണ്ടാകാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരോട് സ്നേഹത്തോടെ എളിമയോടെ നിൽക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും എത്ര വൈരാഗ്യമുണ്ടെങ്കിലും അവരോടൊക്കെ സ്നേഹത്തോടുകൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. ഈ അമ്മച്ചി മാത്രമാണ് ഈ ചപ്പാത്തിയിൽ ഈശോയെ കണ്ടത്. മറ്റുള്ളവർ ആരും കണ്ടില്ല. ഒരു അമ്മച്ചിയുടെ വിശ്വാസമായിരിക്കും. എങ്കിൽ പോലും ചില വാശികൾ നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഞാനാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നാം തയ്യാറാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഇടവക സ്നേഹത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകും. ഞാനല്ല, മറിച്ച് ദൈവമാണ് എന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. എല്ലാവർക്കും ആരാധനയ്ക്കായിട്ട് നമ്മളെല്ലാവർക്കും കൊണ്ടുപോകാം.
പരിശുദ്ധ പരമവിധികാരത്തിന് പരിശുദ്ധ പരമവിധികാരത്തിന് തുടർന്ന് സുസ്ഥാനങ്ങളിലിരിക്കാം. ഈശോയുടെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈശോയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പള്ളിയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഈശോയോട് ആഴമേറിയ സ്നേഹം, ബന്ധം നമുക്കുണ്ട്. ഒരു കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. മാതാപിതാക്കളും ദൈവവും മക്കളും ചേർന്ന ഒരു കുടുംബ ജീവിതമാണ് നമുക്ക് നയിക്കേണ്ടത്. ഒരു കുടുംബത്തിലെ അപ്പന്റെയും അമ്മയുടെയും മക്കളുടെയും കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഈശോയുമായുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് എത്രമാത്രം ദൈവത്തോട് സ്നേഹമുണ്ട്? നിങ്ങൾ എത്രമാത്രം ആ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ മക്കളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ഈശോ തമ്പുരാനോട് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി തന്നു, എത്രയോ കഴിവുകളാണ് നമുക്കൊക്കെ ദൈവം തന്നത്. എന്റെ ദൈവത്തോട് എനിക്ക് ആഴമേറിയ സ്നേഹമുണ്ടോ എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ ദൈവത്തെ എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് ഞാൻ എന്റെ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുക. ഇത് പലപ്പോഴും നമ്മളൊക്കെ ഈ ലോകത്തിന്റെ പിന്നാലെയാണ്, ദൈവത്തിന്റെ പിന്നാലെയാണ്. ഒരുപക്ഷെ പണത്തോടായിരിക്കാം, ഏറ്റവും വലിയ സൗഹൃദങ്ങളായിരിക്കാം, ഏറ്റവും വലിയ ജോലി മേഖലകളായിരിക്കാം, ബിസിനസ് ആയിരിക്കാം. എന്റെ മക്കള്, എന്റെ കുടുംബം ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബമാണ് ആകണമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ മക്കളൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കി, ലോകത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മക്കൾക്ക്. ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? പഴയ നിയമത്തിലെ സാമൂഹിക പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ട് കുടുംബത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഒന്ന് ഏലിയുടെ കുടുംബം, രണ്ടാമത് ഹെൽക്കന്റെ ഹന്നയുടെ കുടുംബം. ഈ രണ്ട് കുടുംബം അവരെപ്രകാരമാണ് ദൈവത്തെ സ്നേഹിച്ചത്, അവരെപ്രകാരമാണ് ദൈവത്തോട് പെരുമാറിയതെന്ന് നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏലി പ്രവാചകൻ മക്കളെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അവരെ തിരുത്തിയില്ല, ദൈവത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ആ മക്കളുടെ കുറവുകൾ ആ അപ്പൻ, ആ കുടുംബം അറിഞ്ഞത് മറ്റുള്ളവരിലൂടെയാണ്. അപ്പൻ ഇതുവരെ മക്കൾ ചെയ്ത തെറ്റുകളൊന്നും കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പലപ്പോഴും നമ്മൾ എന്റെ കുടുംബത്തിലായിരിക്കുന്ന എന്റെ മക്കളുടെ തിന്മകള് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്?
ഒന്ന് ചിന്തിച്ചു നോക്കുക നല്ലതാണ്. ഒരുപക്ഷെ അവരുടെ തെറ്റായ ജീവിത രീതികളാണ്, ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അവസ്ഥകളായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കി, എവിടെയാണ് നമ്മുടെ കുടുംബം തകർന്നു പോയത്, എവിടെയാണ് ദൈവത്തെ നഷ്ടപ്പെട്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്റെ മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ദൈവത്തെ അകന്നു പോകുമ്പോൾ മാതാപിതാക്കളിൽ നിന്നാണ് അകന്നു പോകുന്നത്. ഒരു നിമിഷം നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മുടെ ക്രൈസ്തവ ജീവിതം ഇനി മുതൽ എപ്രകാരം ആഗ്രഹിക്കണം എന്നുള്ളത് ചിന്തിച്ചു നോക്കാം. പള്ളിയിൽ വരുന്നതോ പ്രാർത്ഥിക്കുന്നതോ അല്ല, മനുഷ്യർ എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ കരങ്ങൾ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇടവകയിൽ ഒത്തിരി പേർക്ക് ഈശോയുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടായി. നമ്മുടെ എത്രയോ പേരെയാണ് ഈശോയുടെ ഹൃദയത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഈശോയുടെ ഹൃദയത്തോട് നമുക്ക് ഒട്ടി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഏതാനും സാക്ഷ്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. നമുക്കെല്ലാവർക്കും ശ്രദ്ധാപൂർവ്വം ഈ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഈശോയുടെ അത്ഭുതങ്ങൾ, ഈശോയുടെ ഹൃദയത്തിൽ അത്ഭുതങ്ങളാണ്. എന്റെ മകന്റെ കുട്ടിക്ക് ജനിച്ച സമയം മുതൽ ശ്വാസം എടുക്കുവാനായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 15 ദിവസത്തോളം യന്ത്ര സഹായത്തോടെയാണ് ശ്വാസം എടുത്തത്. ആ ദിവസങ്ങളിൽ നമ്മുടെ പള്ളിയിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അഖണ്ഡ ജപമാല ചൊല്ലി അമ്മമാര് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞു മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ഞാൻ അവരോടൊപ്പം ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരുണ കൊണ്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു മകൻ സ്വയം ശ്വാസം വിടുവാൻ തുടങ്ങുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു. ഈശോയുടെ ഇത്രയും വലിയ അനുഗ്രഹം അനുഭവിച്ചറിയുവാൻ സാധിച്ചതിൽ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റീന ഷാബു പ്ലാന്റ് പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതുപോലെ തന്നെ മലാഖി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ല എന്ന് നിങ്ങൾ പരീക്ഷിക്കുകയും സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യും. ഈ വചനത്തിന്റെ അനന്ത യോഗ്യതയാൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാനാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എന്റെ പേര് ഷീല ജോസഫ്. ഞങ്ങൾ എറണാകുളം സെന്റ് ജെയിംസ് ചർച്ച് ഇടവകയിൽ നിന്നുള്ളവരാണ്. മകനാണ് സേക്രഡ് ഹാർട്ട് ചർച്ച് കടുക്കശ്ശേരി ഇടവകി. വീട് പണിയുവാൻ ആഗ്രഹിച്ച് ദൈവവചനം എടുത്തപ്പോൾ യേശയ്യാ 60-ാം അധ്യായം 19-ാം വാക്യം, കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും, നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ നട്ടമുളയും എന്റെ കരവേലിയുമായ ദേശത്ത് എന്നേക്കുമായി അവർ കൈവശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും. ഞാനാണ് കർത്താവ്, യഥാകാലം ഞാനിത് ത്വരിതമാകും. ഈ വചനം ലഭിച്ചത് അനുദിന ദിവ്യബലിക്ക് ശേഷം ഞങ്ങൾ ഈ തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. വീടിന്റെ പണിക്കായി സ്വർണം വിറ്റ് തറ പണി തുടങ്ങുവാനും ലോൺ എടുത്ത് ബാക്കി പണികളും എന്ന് കരുതി ലോണിന് അപേക്ഷ വെച്ച് കാത്തിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് 5 അപ്പം 5000 പുരുഷന്മാരുമായി ബാക്കി കൊട്ടകൾ ഭക്ഷിച്ച് കൊട്ടകളിൽ ബാക്കി വന്നതുപോലെ 12 കൊട്ട നിറയെ ബാക്കി വന്നതുപോലെ
മലാക്കി 3-ാം അധ്യായം 10-ാം വചനങ്ങളും കർത്താവിന് കൊടുത്താൽ അത് വർദ്ധിപ്പിച്ചു തരും ഇത് മകനോട് പറഞ്ഞപ്പോൾ അവൻ പിറ്റേന്ന് രാവിലെ 30,000 രൂപ എന്റെ കയ്യിൽ തന്നു. അത് ഇടവക പള്ളിയിൽ ഏൽപ്പിച്ചു. ചേട്ടന്റെ പേരിൽ 24 വർഷം പഴക്കം ചെന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. കൃപാസന മാതാവിനോട് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ ആ കേസിന്റെ വിസ്താരം തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ മാർച്ച് മാസത്തിൽ കേസ് വിജയിച്ചു തീർപ്പാക്കി. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന 1 ലക്ഷം രൂപ ലഭിച്ചു. അതിൽ 10 ലക്ഷം രൂപ ലഭിച്ചു. അതിൽ 3 ലക്ഷം രൂപ ഡാനിക്ക് കൊടുക്കുവാൻ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് തീരുമാനമായി. ഈ പണം കിട്ടുമെന്ന് ഡാനി ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. എല്ലാം ദൈവം ഒരുക്കി. ഞാൻ നട്ടമുളയും എന്റെ കരവേലയുമായ ദേശം എന്നാണ് ഈ ദേശത്തെ പറ്റി ഞങ്ങളോട് പറഞ്ഞത്. ദൈവജന 60:21 പറഞ്ഞത് ഇപ്രകാരം നടക്കുകയുണ്ടായി. ചേട്ടന്റെ ഒപ്പം കേസിൽ ഉൾപ്പെട്ടിരുന്ന ആളുടെ ഒരു പേപ്പർ പോലും നീങ്ങിയിട്ടില്ല, 1 രൂപയും ലഭിച്ചിട്ടുമില്ല. എല്ലാം ഇപ്പോഴും അതേ അവസ്ഥയിലാണ്. ദൈവവചനം ഞങ്ങളുടെ തടസ്സങ്ങൾ എടുത്തു മാറ്റി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പഠിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നിമിഷം നമുക്ക് ഈശ്വരനോട് ഓർക്കാം. നമുക്കെല്ലാം കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവം നമ്മുടെ കുടുംബത്തിനും ഇടവകത്തിനും ദൈവം അനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. ഈശോയുടെ തിരുനാളുകൾ ഒരുങ്ങുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഈശോയുമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടാകുവാനായിട്ട്, ഒന്ന് എളിമപ്പെടാനായിട്ട്, ഞാനെന്ന ചിന്ത മാറ്റി എളിമയുടെ തലത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, പലപ്പോഴും ഉള്ളിൽ ദേഷ്യ വൈരാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ മാറ്റി ഈ അത്താഴയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ എല്ലാവരിലേക്കും കൊടുക്കുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ഐക്യത്തോടുകൂടി ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാനെന്ന ചിന്ത അത് മാറ്റാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമുക്കെല്ലാം കാര്യങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേ സാധിനാശം ലോകണമേ വത്സരസുന്ദരി നിർമ്മലയായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന.